അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടൊരു കുക്കീസ് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളിന്ന് മൈദ വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനൊരു 200 ഗ്രാം ആട്ട എടുത്തിട്ടുണ്ടേ, പിന്നെ ഒരു 100 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ വാനില പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, അൺസാൾട്ടഡ് ആണേ, പിന്നെ ഒരു 120 ഗ്രാം പൊടിച്ച പഞ്ചസാര. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അത് ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പൗഡറായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ബട്ടറായിട്ട് ചേർക്കണം. അതിലേക്ക് നമ്മൾ വാനില പൗഡർ ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ ഉപ്പ്. അതിൻ്റെ കൂടെ കോക്കനട്ട് പൗഡറും ചേർത്ത് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബൗളിൽ ചെയ്യുന്നവർക്ക് ബൗളിലും ചെയ്യാം കേട്ടോ. അച്ഛനാണ് ഉണ്ടാക്കുന്നത്, അപ്പം പുള്ളിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ബേക്കറിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. വീട്ടിലായതുകൊണ്ടാണ് ഗ്ലൗസ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിത് പരത്തിയെടുക്കണം. നമ്മൾ കുക്കീസുകൾ കുറേ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, പ്രൊസീജിയറൊക്കെ സെയിം ആണ്. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഒരു 150 മതിയാവും കേട്ടോ. ഞാൻ 150-ലേക്കാണ് കയറ്റിയത്. അപ്പം നമ്മൾ ഓവൽ ഷേപ്പിലാണ് ഇന്നത് കുത്തിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്തൊരു 7 ടൈപ്പ് ബിസ്ക്കറ്റ് കട്ടേഴ്സ് ഉണ്ട്, നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഒരു റോളറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പരത്തി ലെവലാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിഭാഗത്ത് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പം നമുക്കിത് കുത്തുന്ന സമയത്ത് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അത് ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല, കാരണം മുട്ട ചേർക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കും മുട്ടയ്ക്ക് പകരം എന്താണ് ചേർക്കേണ്ടതെന്ന്. അപ്പോൾ മുട്ട പലപ്പോഴും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളതൊരു ഫ്ലേവറിന് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം, കുറച്ചുകൂടി ഗ്ലോ ഉണ്ടാവും. ഞാനിപ്പോൾ അതും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഓവൽ ഷേപ്പിൽ കുത്തിയിടുക. ഇതിപ്പം അടിഭാഗത്ത് മൈദ സ്പ്രെഡ് ചെയ്യാത്ത സ്ഥലത്തു നിന്നുള്ളതാണ് കേട്ടോ അങ്ങനെ കിട്ടാത്തത്. അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വരും. ഇപ്പോൾ ബേക്കറികളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. അതാകുമ്പോൾ സ്പീഡിൽ ഈ പണി കഴിയും. നമുക്ക് എന്താ പറയുക, സ്പീഡിൽ ചെയ്തിട്ട് എടുത്തിട്ട് ട്രൈയിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ട്രൈയിലേക്ക് വെക്കുന്നുണ്ടേ. ഇത് കനം കുറച്ച് മതി, അധികം കനം കൂടിക്കഴിഞ്ഞാൽ വേവൊക്കെ ടൈം കൂടും. അപ്പോൾ നമ്മൾ ഈ ഒരു കനത്തിലാണ് ഇപ്പോൾ കുത്തിയെടുത്തിരിക്കുന്നത്. ശരിക്കും ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പേ വിചാരിച്ചു ഗോതമ്പ് ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ്, അത്രയ്ക്ക് മൈദേൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ലെന്ന്. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒരിക്കലും പിന്നെ മൈദ വെച്ചിട്ട് ബിസ്ക്കറ്റ് ചെയ്യില്ല, കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു ഇത്. ബട്ടറും ആ കോക്കനട്ടും എല്ലാം കൂടെ കുക്കായി വരുന്ന സമയത്ത് എന്താ പറയുക, വീട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ട് നല്ല സ്മെല്ലും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിലാണ് ഞാൻ ഇറക്കിയത്. ഒരു 150 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ടുണ്ട്. ബാക്കി പുറത്തുനിന്ന് ചൂടാറുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.